ഈ സിദ്ദിഖിനെതിരെ ശക്തമായ സാഹചര്യത്തെളിവുകൾ ഉണ്ടെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്ന വാർത്ത തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. പീഡനം നടന്നു എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ മാസ്കറ്റ് ഹോട്ടലടക്കം SIT പരിശോധന നടത്തിയിരുന്നു. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. അജീഷ്, ശരിക്കും ഗുരുതരമായ കണ്ടെത്തലുകളുണ്ട് എന്നാണോ SIT പറയുന്നത്? SK എന്തായാലും ഗുരുതരമായ കണ്ടെത്തലുകൾ, ഗുരുതരമായ തെളിവുകൾ സിദ്ദിഖിനെതിരെ പോലീസ് ശേഖരിച്ചു എന്നാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഇതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. അതായത് 2016 ജനുവരി 27 രാത്രി 12 മണിക്കാണ് സിദ്ദിഖ് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ മുറിയെടുക്കുന്നത്. ആ 27-ാം തീയതി മുതൽ 28-ാം തീയതി വൈകിട്ട് 5 മണി വരെ തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു, മുറിയെടുത്തിരുന്നു എന്നതിൻ്റെ തെളിവുകൾ പോലീസിന് കിട്ടിയിരുന്നു. അന്നേ ദിവസം ഈ നിള തിയേറ്ററിൽ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും കൂട്ടുകാരിക്കുമൊപ്പം ഈ പെൺകുട്ടി മസ്കറ്റ് ഹോട്ടലിൽ വന്നു എന്നതിൻ്റെ ആ മൊഴികളും പോലീസിന് കിട്ടിയിരുന്നു. അതുമാത്രമല്ല, ഈ പെൺകുട്ടി പോലീസിന് നൽകിയ ഒരു പ്രധാനപ്പെട്ട മൊഴി എന്ന് പറയുന്നത് ഈ മസ്കറ്റ് ഹോട്ടലിലെ 101D എന്ന മുറിയിലെ ആ ജനലിലെ കർട്ടൻ മാറ്റി നോക്കുമ്പോൾ താഴെ സ്വിമ്മിംഗ് പൂൾ കാണാമെന്നായിരുന്നു. ആ മുറിയുടെ നമ്പർ ആ പെൺകുട്ടി ഓർമ്മയില്ലെന്നായിരുന്നു മൊഴി നൽകിയപ്പോൾ പറഞ്ഞത്. പക്ഷേ സിദ്ദിഖിൻ്റെ അന്വേഷണ സംഘം ഈ ഹോട്ടലിൽ നേരിട്ടെത്തി പരിശോധിച്ചപ്പോൾ 101D ആണെന്ന് മനസ്സിലായി. ഈ പെൺകുട്ടി ആകെ പറഞ്ഞിരുന്നത് ഈ മുറിക്ക് അകത്ത് കയറി അവിടുത്തെ ജനലിൻ്റെ കർട്ടൻ മാറ്റി നോക്കുമ്പോൾ സ്വിമ്മിംഗ് പൂൾ കാണാമെന്നായിരുന്നു. സമാനമായി അവിടെ ആ മുറിയിൽ 101Dയിലെ ജനൽ മാറ്റി കർട്ടൻ മാറ്റി നോക്കുമ്പോൾ അവിടെ സ്വിമ്മിംഗ് പൂൾ കാണാമായിരുന്നു. അങ്ങനെ ഈ പെൺകുട്ടി അവിടെ എത്തിയിരുന്നതിനുള്ള തെളിവുകൾ കിട്ടി. മാത്രമല്ല, സിദ്ദിഖ് അന്ന് കഴിച്ച ഭക്ഷണം അത് ചോറും മീൻകറിയും തൈരും കൂട്ടി കഴിച്ചു എന്നായിരുന്നു പെൺകുട്ടി നൽകിയിരുന്ന മൊഴി. മാത്രമല്ല, ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൊള്ളിക്കുന്ന രീതിയിൽ ചില വർത്തമാനം പറഞ്ഞിട്ടുണ്ടെന്നും പെൺകുട്ടി മാധ്യമങ്ങൾക്ക് മുൻപിലും പോലീസിലും മൊഴി നൽകിയിരുന്നു. അതിൻ്റെ ബില്ലുകളും അന്വേഷണ സംഘം ഈ ഹോട്ടലിൽ നിന്ന് കണ്ടെത്തിയിരുന്നു, അന്ന് സിദ്ദിഖ് കഴിച്ച ഭക്ഷണത്തിൻ്റെ ബില്ലുകൾ. മാത്രമല്ല, ഈ പീഡനത്തിന് ശേഷം ഈ പെൺകുട്ടി മാനസികമായി വല്ലാതെ തളർന്നുവെന്നും അതിനുശേഷം ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ചികിത്സ തേടിയിരുന്നതിൻ്റെ വിവരങ്ങളും തേടിയിരുന്നതായും പോലീസിന് മൊഴി നൽകിയിരുന്നു. ആ ചികിത്സ തേടിയ ഡോക്ടറുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. മാത്രമല്ല, 1 വർഷങ്ങൾക്ക് ശേഷം കട്ടക്കടയിലുള്ള ഒരു സുഹൃത്തിൻ്റെ അടുത്തും ഈ പെൺകുട്ടി തനിക്ക് നേരിട്ട പീഡനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നതായും പോലീസിന് മൊഴി നൽകിയിരുന്നു. ഈ സുഹൃത്തിനെയും വിളിച്ചു വരുത്തി പോലീസ് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെ സിദ്ദിഖിനെതിരെ നിർണായകമായ എല്ലാ തെളിവുകളും, സിദ്ദിഖും ഈ പെൺകുട്ടിയും ഈ മുറിയിൽ ഒരുമിച്ചുണ്ടായിരുന്നു എന്നതിൻ്റെ എല്ലാ തെളിവുകളും, പ്രധാനപ്പെട്ട തെളിവുകളും ശേഖരിച്ച ശേഷമാണ് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സിദ്ദിഖിന്റെ ഹർജിയെ എതിർത്തുകൊണ്ട് എതിർ സത്യവാങ്മൂലം നൽകിയത്. അതുകൊണ്ടാണ് ഈ ഹർജി തള്ളിപ്പോയെന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും സിദ്ദിഖിന് കുരുക്ക് മുറുകുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനിയും ഉന്നത നീതിപീഠത്തെ സമീപിക്കുക. പക്ഷേ സിദ്ദിഖിന്റെ അറസ്റ്റ് അനിവാര്യതയാണ്. അറസ്റ്റ് ഒഴിവാക്കാനുള്ള സാധ്യത എല്ലാം വളരെ വിരളമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും ലേറ്റസ്റ്റ് വിവരം ഹൈക്കോടതിയിൽ വരുന്നത് സിദ്ദിഖിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിക്കളഞ്ഞു എന്നാണ്. ലൈംഗിക പീഡന കേസിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന സിദ്ദിഖ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം തേടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആ ശ്രമത്തിനാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് ഒന്നുകിൽ അറസ്റ്റ് വരിക്കുക, അതല്ലെങ്കിൽ ഒളിവിൽ പോയി പോലീസിന് കീഴടങ്ങാതെ തന്നെ ജാമ്യത്തിന് ശ്രമിക്കുക എന്നുള്ള 2 കാര്യങ്ങളാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ ജാമ്യത്തിന് തന്നെ ശ്രമിക്കുമെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ കൊച്ചിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.